നമസ്കാരം. ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം ആരംഭിക്കും. ഇവരുടെ സകല ദുഃഖങ്ങളും മാറി, ദുരിതങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും. തീർച്ചയാണ് ഇവരുടെ കടബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ തീരുകയാണ്. നാളെ ധനുമാസം 1-ാം തീയതിയാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി സമ്പത്ത് വന്നു നിറയും ഈ നക്ഷത്ര ജാതകർക്ക്. ഇനി രാജയോഗത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജ്യോതിഷത്തിൽ രാശിമാറ്റം കാരണം പലരുടെയും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് സൂര്യൻ്റെ രാശിമാറ്റവും. എല്ലാ മാസവും ഈ മാറ്റം സംഭവിക്കാം. സൂര്യൻ്റെ രാശിചക്രത്തിലെ മാറ്റത്തെ ആഘോഷമായി കരുതുന്നവരുണ്ട്. ഡിസംബർ 17-ാം തീയതി, അതായത് നാളെ, ധനുരാശിയിൽ സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ സൂര്യൻ്റെ ഇത് 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ശുക്രൻ അടിക്കുന്നതിന് തുല്യമാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി, ദുരിതങ്ങളും മാറി, സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും. കടങ്ങളൊക്കെ തീരും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അഭിവൃദ്ധിയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കൂടിയായിരിക്കും ഇനിയുള്ള നാളുകൾ. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. ജ്യോതിഷമനുസരിച്ച് സൂര്യൻ്റെയും ബുധൻ്റെയും സംയോഗത്തിലൂടെ ബുധാദിത്യ രാജയോഗം രൂപപ്പെടാറുണ്ട്. അങ്ങനെ ഒരു രാജയോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. നാളെ ധനു 1 പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും. തീർച്ചയാണ് ജാതകത്തിൻ്റെ ബലത്തിനനുസരിച്ച് ഓരോ വ്യക്തിക്കും രാജയോഗം വന്നു ഭവിക്കുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടം വരും. കുടുംബജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടാകും. നല്ല ജോലി ലഭിക്കും. ഉയർന്ന ആഡംബര ജീവിതം നയിക്കാൻ കഴിയും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന അപൂർവ നേട്ടങ്ങൾ ഇവർക്ക് ഈ രാജയോഗത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാം. നല്ല സമയമാണ്. ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ അവസാനിച്ചു. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോവുകയാണ് 9 നക്ഷത്ര ജാതകർ. ആ നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു അശ്വതി നക്ഷത്ര ജാതകരുടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ. എന്നാൽ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും അഭിവൃദ്ധിയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ്. സൗഭാഗ്യ സമ്പന്നമായ നാളുകൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നു. രാജയോഗവും ഗജകേസരി യോഗവും നിങ്ങളെ ഉന്നതിയിലെത്തിക്കും. അശ്വതി നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഒരു സമയമാണ്. അഭിവൃദ്ധിയുടെ സമയമാണ്. നേട്ടത്തിൻ്റെ സമയമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അശ്വതി നക്ഷത്ര ജാതകർ. ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. അശ്വതി നക്ഷത്ര ജാതകരുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭരണി നക്ഷത്ര ജാതകർ. നാളെ നേരം പുലരുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിക്കുകയാണ്. ഈ ഒരു നേട്ടം ഏകദേശം ഒരു 6 മാസക്കാലം ഇവർക്ക് നിലനിൽക്കും. 6 മാസക്കാലത്തേക്ക് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യകത വരില്ല. കടങ്ങളൊക്കെ തീരും. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും. ജോലിക്കൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയം നടന്നു കിട്ടും. അത്രയേറെ നല്ല സമയമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക്. ധനുമാസം പിറക്കുന്നതോടുകൂടി ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും. അത് ഏകദേശം 2024 ജൂൺ മാസം വരെ ഇവരിൽ കാണാൻ സാധിക്കും. ഏതായാലും നല്ല സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്. ധാരാളം ധനം വരുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. ദേവീഭക്തരായ ഭരണി നക്ഷത്ര ജാതകർ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഒരുപാട് സൗഭാഗ്യങ്ങൾ വരും. ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഉറപ്പാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് അത് നടക്കുന്ന സമയം കൂടിയാണ്.
കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. കാർത്തിക നക്ഷത്ര ജാതകർ പേഴ്സിൽ ഒരു 3 ഏലയ്ക്ക ചുവന്ന തുണിയിൽ പൊതിഞ്ഞു വെക്കുക. അതൊക്കെ ഇവർക്ക് പേഴ്സിൽ ധാരാളം ധനം വന്നു ചേരാൻ കാരണമാകും. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, പ്രാർത്ഥനയൊക്കെ നടത്തണം. അത് ഇവർക്ക് വലിയ ഐശ്വര്യമാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ്. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം, പ്രാർത്ഥനയൊക്കെ നടത്തണം. അത് ഇവർ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് കാരണമാകും. ഏതായാലും ഉത്ര നക്ഷത്ര ജാതകർക്ക് രാജയോഗം ആരംഭിക്കാൻ പോകുകയാണ്. ഇത് ബുധാദിത്യ രാജയോഗം എന്ന് തന്നെ പറയാം. ധനു ഒന്ന് പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ആരംഭിക്കും. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും. അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉത്ര നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ വരും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. അവിവാഹിതരാണെങ്കിൽ വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും, ഉറപ്പായ കാര്യമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും സമയം തെളിയുന്നു, ഭാഗ്യമായിരിക്കും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ പട്ടൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും. ഏതായാലും നല്ല സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു, നേട്ടത്തിലേക്ക് പോകുകയാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്ര ജാതകർക്കും 2024 വളരെ കെങ്കേമമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ധനുമാസത്തിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ ചില വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അതിൽ പ്രധാനമേറിയത് ഇവരുടെ വിവാഹത്തിൽ തീരുമാനമാകുന്നു എന്നതാണ്. അതായത് വിവാഹപ്രായമെത്തി നിൽക്കുന്ന അവിട്ട നക്ഷത്ര ജാതകർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകും. അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന അവിട്ട നക്ഷത്ര ജാതകർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ്. ഏതായാലും അവിട്ട നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു സമയം തന്നെ തെളിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കണം. ഇനി നേട്ടമായിരിക്കും, ഭാഗ്യമായിരിക്കും. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഒരു വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചതയ നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകും. ഇവരുടെ കൊച്ചുമക്കൾക്കൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കും. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് വിദേശത്ത് നല്ല രീതിയിൽ കഴിയുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കുക തന്നെ ചെയ്യും. ഏതായാലും ഭാഗ്യമാണ്. ഒരു അപൂർവ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. ഭാഗ്യം, സമ്പത്ത്, ശത്രുനാശം ഇവയൊക്കെ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹങ്ങളൊക്കെ ചതയ നക്ഷത്ര ജാതകർക്ക് ഇനി ലഭ്യമാകുന്ന സമയമാണ്. ഒരുപാട് സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ പോകുന്നത്. ഏതൊരു പ്രതിസന്ധിയെയും ഇവർ മറികടക്കും, ഉറപ്പാണ്. എല്ലാ രീതിയിലും ഭാഗ്യമാണ്. ഈ ഒരു വലിയ യോഗത്തിലൂടെ ഈ കടന്നു പോകുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ഏതൊരാൾക്കും ഉന്നതിയിൽ എത്താൻ സാധിക്കും. ബുധാദിത്യ രാജയോഗമാണ് നിങ്ങളെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ചു, ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു, സങ്കടങ്ങളൊക്കെ മാറി ഇനി അഭിവൃദ്ധിയിലേക്ക് പോകും. ഒരു നല്ല വീട് വയ്ക്കുവാനും നിങ്ങൾ ഇപ്പോൾ ഏത് പ്രതിസന്ധിയിലാണോ പെട്ടിരിക്കുന്നത് ആ പ്രതിസന്ധിയിൽ നിന്നുമൊക്കെ കരകയറുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തുകൾ സംഭവിക്കും. ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ജീവിതം മാറി മറിയുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന നിങ്ങൾക്കിനി അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും. സമ്പത്ത് ധാരാളം വന്നു ചേരും. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയണം. ഭാഗ്യം നിങ്ങളെ തേടി വരട്ടെ. ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഓരോ വ്യക്തിക്കും ഓരോ സമയങ്ങളുണ്ട്. ആ സമയമായിരിക്കും അവരെ വലിയ ഉന്നതിയിൽ കൊണ്ടെത്തിക്കുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക്, ഈ പറഞ്ഞു വന്ന നക്ഷത്ര ജാതകർക്കൊക്കെ രാജയോഗം വന്നു ചേരുന്ന സമയമാണ്. ജാതകത്തിൻ്റെ ബലത്തിനനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും രാജയോഗം വന്നു ഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നല്ല തുകകളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം, കുടുംബത്തിൽ സന്തോഷം, നല്ല ജോലി, ഉയർന്ന ആഡംബര ജീവിതം, തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിൽ കൈവെക്കുന്നുവോ അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുവാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.